കൊല ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. റെക്സ് ജനാലയുടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് തെല്ലുനേരം ഇരുന്നു. പക്ഷേ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ എനിക്ക് അത് ന്യായമായ കാരണങ്ങളുണ്ടായിരിക്കണം. അഥവാ ന്യായമായ പ്രതിഫലം കിട്ടിയിരിക്കണം. ഞാനൊരു കോടീശ്വരൻ്റെ മകളാണെന്ന കാര്യം താങ്കൾ മറന്നിട്ടില്ലല്ലോ. തെല്ല് ആലോചനയോടെ നിമ്മി പറഞ്ഞു. ആ മനുഷ്യൻ മരിക്കുന്ന പക്ഷം ആ സ്വത്തിന് മുഴുവൻ ഇപ്പോൾ അവകാശി ഞാൻ മാത്രമാണ്. എത്ര ലക്ഷമാണ് റെക്സ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, ആ തുക ഞാൻ തരും. സ്വത്ത് ലക്ഷ്യമാക്കിയാണോ തന്തപ്പടിയെ വകവരുത്താൻ ഉദ്ദേശിക്കുന്നത്? റെക്സിൻ്റെ ചോദ്യം കേട്ട് അവൾ അയാളെ തുറച്ചു നോക്കി. എൻ്റെ ചരിത്രം മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ ഇതാണോ ധരിച്ചു വച്ചിരിക്കുന്നത്? അവളുടെ ശബ്ദത്തിൽ ആത്മരോഷത്തിൻ്റെ മുഴക്കമുണ്ടായിരുന്നു. ഇന്ന് നീ കിടന്നുറങ്ങ, റെക്സ് സാവധാനം പറഞ്ഞു. നാളെ നേരം വെളുക്കുമ്പോൾ നിൻ്റെ അഭിപ്രായം മാറിയേക്കാം. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിത്തരാം. അവൾ മനസ്സമാധാനത്തോടെ ശേഷിച്ച രാത്രി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അവളെ റെക്സ് വിളിച്ചുണർത്തി. അപ്പോൾ വെയിൽ നാളങ്ങൾക്ക് ചൂട് വച്ചിരുന്നു. നിമ്മിക്ക് തൻ്റെ ആത്മമിത്രമായ സജിനിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാലിന് നല്ല വേദന ഉണ്ടായിരുന്നെങ്കിലും ആ ഇടുങ്ങിയ മുറിയിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതിയെന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒറ്റയ്ക്ക് സജിനിയുടെ വീട്ടിൽ പോകാൻ അവൾക്ക് ധൈര്യം കിട്ടിയില്ല. പോളോ അയാളുടെ ഗുണ്ടകളോ ഇപ്പോൾ തന്നെ തിരിഞ്ഞു നടക്കുന്നുണ്ടാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവരുടെ കണ്ണിൽപ്പെട്ടാൽ ഇനി തൻ്റെ ശവം പോലും പുറംലോകം കാണാൻ പോകുന്നില്ല. നിമ്മിയെ തൻ്റെ താവളത്തിൽ നിന്നും മാറ്റേണ്ടത് ആവശ്യമാണെന്ന് റെക്സിന് അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിൽ അവളോട് എങ്ങോട്ട് പോകാൻ പറയണമെന്നറിയാതെ അയാൾ വിഷമിച്ചു. അപ്പോഴാണ് തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാമോ എന്ന് അവൾ അയാളോട് ചോദിച്ചത്. റെക്സ് സസന്തോഷം അത് സമ്മതിച്ചു. ഏതാണ്ട് ഉച്ചയോടുകൂടി റെക്സ് നിമ്മിയെയും കൊണ്ട് ഒരു ടാക്സിയിൽ സജിനിയുടെ വീട്ടിലെത്തി. സജിനിയുടെ ബോഡിഗാർഡും സെക്രട്ടറിയുമായ ഹണി എന്ന യുവതി വാതിൽ തുറന്നു. തലേ രാത്രി ജയനുമായി വഴക്കടിച്ചിരുന്നുകൊണ്ട് ഏതു നിമിഷവും അവൾ അയാളെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിമ്മിയെ അവൾക്കറിയില്ലായിരുന്നു. നിങ്ങളാരാണ്? എന്തു വേണം? അവളുടെ ചോദ്യം കേട്ടപ്പോൾ തനിക്ക് വീട് മാറിപ്പോയോ എന്ന് പോലും നിമ്മിക്ക് തോന്നിപ്പോയി. എൻ്റെ പേര് നിമ്മി. എനിക്ക് അത്യാവശ്യമായി സജിനിയെ ഒന്ന് കാണണം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, സജിനിയോട് ഞാൻ വന്നെന്ന് പറഞ്ഞാൽ മതി. അമർഷം കടിച്ചൊതുക്കിക്കൊണ്ട് നിമ്മി പറഞ്ഞു. തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മാത്രമേ ഉദ്ദേശിച്ചു വന്ന ആളിനെ കാണാൻ പറ്റൂ. അത്രയുമായപ്പോൾ റെക്സിൻ്റെ ക്ഷമയേറ്റു. നിനക്ക് ചോദിക്കാനുള്ളതെല്ലാം കൂടി ഒറ്റയടിക്ക് ചോദിക്കാമെങ്കിൽ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു തീർക്കാം. എനിക്ക് അല്പം തിരക്കുണ്ട്. റെക്സിൻ്റെ സംസാരം കേട്ട് ഹണി അയാളെ തുറച്ചു നോക്കി. എങ്കിൽ തിരക്ക് കഴിഞ്ഞിട്ട് വരൂ, പിന്നീട് കാണാം. അവൾ പിന്തിരിഞ്ഞ് കതകടക്കാനാഞ്ഞു. ഞൊടിയിടയ്ക്കുള്ളിൽ റെക്സ് അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് മുറിക്കുള്ളിലേക്ക് കയറി. കാണാൻ ഇത്തിരി ഭേദമാണെന്ന് കരുതി ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല പെണ്ണെ. മര്യാദയ്ക്ക് നിൻ്റെ കൊച്ചമ്മയോട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ പറ. യു ഗെറ്റ് ഔട്ട്. അവൾ അലറിക്കൊണ്ട് പുറത്തേക്ക് വിരൽ ചൂണ്ടി. നല്ല ശബ്ദം, ചീത്തയാക്കാതെ പെണ്ണെ. റെക്സ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവളുടെ കൈക്കാലുകൾ മിന്നൽ വേഗത്തിൽ ചലിച്ചു. അങ്ങനെയൊരു ആക്രമണം അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നിലേക്ക് ആഞ്ഞെങ്കിലും അവളുടെ വലതുകാല് റെക്സിൻ്റെ നെറ്റിയിൽ പതിച്ചു. സാധാരണ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അവളുടെ കാൽ പ്രയോഗം കൊണ്ട് മലർന്നടിച്ച് വീഴുമായിരുന്നു. പിന്നിലേക്ക് ഒരു ചുവട് കൂടി വെച്ച് ഒഴിഞ്ഞു മാറിയെങ്കിലും ഹണി മുകളിലേക്ക് കുതിച്ചുയർന്ന് അയാളുടെ നെഞ്ചിൽ ചവിട്ടാൻ ഒരു വിഫല ശ്രമം നടത്തി. ഇനിയും അലസത കാണിച്ചാൽ ഈ കാന്താരി പെണ്ണ് തന്നെ നിലം പറ്റിക്കുമെന്ന് റെക്സിന് തോന്നി. അയാൾ തൻ്റെ നെഞ്ചിലേക്ക് താഴ്ന്നു വന്ന കാലിൽ ശക്തിയായി ഒരു തട്ടുകൊടുത്തു. പിന്നെ തൊഴിക്കാൻ കാലുയർത്തിയിട്ട് ഇടതു കൈകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ ശക്തിയായ ഒരു പ്രഹരം ഏൽപ്പിച്ചു. ചെറിയൊരു ഞരക്കത്തോടെ അവൾ നിലം പതിച്ചു. ആ സംഘടന കണ്ട് നിമ്മി പകച്ചു നിൽക്കുകയായിരുന്നു. ഹണിയുടെ കാലിൽ നിന്നും റെക്സിൻ്റെ നെറ്റിയിൽ പറ്റിയ പൊടി നിമ്മി കൈകളമർത്തി തുടച്ചു കളഞ്ഞു. മുകളിലേക്ക് പോകാമെന്ന് നിമ്മി കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. എന്നിട്ട് താഴെ വീണ് കിടക്കുന്ന ഹണിയെ പിടിച്ചുയർത്തി ഒരു സെറ്റിയിലിരുത്തി. പെണ്ണെ, നീ മിടുക്കിയാണ്, റെക്സ് മന്ദഹസിച്ചു. പക്ഷേ എതിരാളിയെക്കുറിച്ച് അല്പം കണക്കുകൂട്ടലോടെ വേണം നീങ്ങാൻ. അവൾ പല്ലുകളിറുമി രോഷം പ്രകടിപ്പിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല. എപ്പടി, ഇനി നിനക്ക് കൊച്ചമ്മയോ ഒന്ന് വിളിക്കാമോ? അതോ ഞങ്ങൾ ബലമായി ഉള്ളിലേക്ക് പോണോ? ഹണി ഒരക്ഷരം പോലും പറയാതെ അകത്തേക്ക് പോയി. ഏതാണ്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സജിനി അങ്ങോട്ട് വന്നു. ഒരു നിമിഷം ആ കൂട്ടുകാരികൾ പരസ്പരം നോക്കി നിന്നു. രണ്ടുപേരുടെയും മനസ്സിലൂടെ 1000 സംഭവ പരമ്പരകളുടെ സ്മരണകൾ മിന്നിമറഞ്ഞു. പിന്നെ അവരിരുവരും ആലിംഗനബദ്ധരായി. അപ്പോൾ നിമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷത്തേക്ക് അവൾ തൻ്റെ കാലിൻ്റെ വേദന പോലും വിസ്മരിച്ചു. അവരിരുവരും കൂടി ഉള്ളിലേക്ക് പോയി. കൂട്ടുകാരികൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ വിസ്മരിച്ചല്ലോ എന്ന് ആദ്യം റെക്സിന് തോന്നിയെങ്കിലും അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞു. തൻ്റെ ജോലി ഇവിടെ അവസാനിച്ചുവെന്നും എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാണ് ഉചിതമെന്നും അയാൾ കരുതി. ആ തീരുമാനത്തോടെ അയാൾ വാതിലിന് നേർക്കു നടന്നു. നിൽക്കൂ. ഹണിയുടെ ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നിന്നു.
എന്തു വേണമെന്ന അർത്ഥത്തിൽ അവളുടെ നേർക്ക് കണ്ണുകളുയർത്തി റെക്സ് നോക്കി. ഒരു നിമിഷം താങ്കളോടിരിക്കാൻ കൊച്ചമ്മ പറഞ്ഞു. അവൾ അകത്തേക്ക് വലിയാൻ ആഞ്ഞു. എന്താ പേര്? അവൾ നിന്നു. ഹണി. നല്ല മധുരം, പക്ഷേ ചവിട്ടിനും തൊഴിക്ക് വല്ലാത്ത കയ്പ് തന്നെ. അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി കളഞ്ഞു. ഭിത്തിയിൽ ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്ന ചിത്രങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് റെക്സ് അവിടെ തന്നെ നിന്നു. തെല്ല് കഴിഞ്ഞപ്പോൾ ഒരു കപ്പ് ചായയുമായി ഹണി വീണ്ടും വന്നു. പിടലിയുടെ വേദന മാറിയില്ല. അതുകൊണ്ട് പേരറിഞ്ഞാൽ കൊള്ളാം. ചായക്കപ്പ് അയാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ പേര് റെക്സ്. മറ്റു വിശദാംശങ്ങളൊന്നും ചോദിക്കരുത്. അവൾ എന്തോ പറയാനായി വായ തുറന്നെങ്കിലും നിമ്മിയും സജിനിയും കൂടി അങ്ങോട്ട് വന്നുകൊണ്ട് പെട്ടെന്ന് പിൻവാങ്ങി. മിസ്റ്റർ റെക്സ്, എന്തെങ്ങനെ നിൽക്കുന്നു? ഇരിക്കെ. സജിനി ആതിഥ്യമര്യാദ പ്രകടിപ്പിച്ചു. ഞങ്ങൾ തമ്മിൽ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ താങ്കളെ ശ്രദ്ധിക്കാതെ പോയി. ക്ഷമിക്കണം. നിമ്മി പറഞ്ഞപ്പോഴാണ് താങ്കളെക്കുറിച്ച് അറിഞ്ഞത്. കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെക്കുറിച്ച് പറയാൻ നിമ്മിക്ക് ഒന്നും അറിയില്ലല്ലോ. അതുപോലെ നിങ്ങൾ എന്നെ പരിചയപ്പെട്ടെന്ന് ഞാൻ ധരിക്കണോ? റെക്സിൻ്റെ ചോദ്യം കേട്ട് സജിനി പുഞ്ചിരിച്ചു. ആള് തരക്കേടില്ലല്ലോ. ഇനി നമുക്ക് ശരിയായി പരിചയപ്പെടാം. എൻ്റെ പേര് സജിനി ശർമ്മ. സന്തോഷം. റെക്സ് മന്ദഹസിച്ചു. മിസ് സജിനിക്ക് എൻ്റെ പേരറിയാവുന്ന സ്ഥിതിക്ക് മറ്റൊന്നും എന്നെപ്പറ്റി പറയാനില്ല. ഈ ചെറുപ്പക്കാരൻ ഒരു പ്രത്യേക ടൈപ്പാണല്ലോ എന്ന് സജിനി ഉള്ളിലോർത്തു. ആ യുവതികൾ രണ്ടുപേരും കൂടി നിർബന്ധിച്ച് അയാളെ അകത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങൾക്ക് താങ്കളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന ആഗ്രഹമുണ്ട്. സജിനിയാണത് പറഞ്ഞത്. അത് പറയാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. അയാളുടെ പുഞ്ചിരി മങ്ങി. മുഖത്ത് ഗൗരവം പരന്നു. അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് ആ യുവതികൾക്ക് വ്യക്തമായി. ഞങ്ങൾക്ക് താങ്കളുടെ സഹായം ആവശ്യമുണ്ട്. അതിനെന്ത് പ്രതിഫലം വേണമെന്നതിനെക്കുറിച്ച് സംസാരിക്കാം. സജിനി അടവൊന്ന് മാറ്റി. സഹായം എത്തരത്തിലുള്ളതാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഗൗരവവും ഞാൻ മനസ്സിലാക്കുന്നു. റെക്സിൻ്റെ മുഖത്ത് പഴയ മന്ദഹാസം വിടർന്നു. നിങ്ങൾക്ക് പണമുണ്ട്. അതെനിക്ക് തരിക. ശത്രുക്കളുടെ ഒരു ലിസ്റ്റും. ഇപ്പോൾ അഡ്വാൻസ് മാത്രം. ജോലി പൂർത്തിയാകുമ്പോൾ ബാക്കി തുക കിട്ടണം. പിന്നെ വിശ്വാസവഞ്ചനയോ വ്യത്യാസമോ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഞങ്ങളിൽ നിന്നും അതുണ്ടാവില്ല. ആ യുവതികൾ ഒരേ സ്വരത്തിൽ പ്രതിജ്ഞ ചെയ്തു. ഇനിയൊരു കാര്യം കൂടി, സജിനി വിശദീകരിച്ചു. ശങ്കർ കരിന്താൾ എന്ന അപരനാമധേയത്തിലാണ് ഇവിടെ ചിലതൊക്കെ ചെയ്തത്. ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ താങ്കൾക്ക് തൽക്കാലം അതൊരു മുഖാവരണമാക്കാം. എനിക്ക് എൻ്റേതായ വ്യക്തിത്വമുണ്ട്. എൻ്റെ ഒരു ചലനം പോലും മറ്റൊരാളെ പോലെ ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. റെക്സ് തെല്ലുനേരം ആലോചനയിൽ മുഴുകിയിരുന്നു. അയാളുടെ മുഖത്ത് വിവിധ വികാരങ്ങൾ മിന്നി പറയുന്നത് ആ യുവതികൾ കണ്ടു. എങ്കിലും ഒരു പ്രത്യേക കേസെന്ന നിലയ്ക്ക് നിങ്ങളുടെ നിർദ്ദേശം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. സജിനി പെട്ടെന്ന് മേശ തുറന്ന് 3 ഫോട്ടോകളെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. അത് അലിയുടെയും അയ്യരുടെയും ആൻറ്റോയുടെയും ആയിരുന്നു. ഫോട്ടോകളുടെ മറുപുറത്ത് അവരുടെ പേരുകൾ എഴുതിയിരുന്നു. ഈ 3 പേര് കഴിഞ്ഞാൽ 4ാമത്തെ ഒരാൾ ഞങ്ങളിൽ ഇരുവരുടെയും പൊതുശത്രുവായ പോൾ എന്ന മനുഷ്യനാണ്. നിമ്മിയുടെ ഡാഡി. ലിസ്റ്റിൽ 4 പേരേ ഉള്ളൂവെങ്കിലും ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ വേറെയും കാണില്ലേ? റെക്സ് ചോദിച്ചു. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അത് ഞങ്ങളറിയേണ്ട കാര്യമില്ല. ഓക്കെ, സമ്മതിച്ചു. ഓരോരുത്തർക്കും ഓരോ ലക്ഷമാണ് ഞാനിടുന്ന തലവില. ആ 3 പേരുടെ കാര്യത്തിൽ തർക്കമില്ല, സജിനി പറഞ്ഞു. 4ാമത് ഞങ്ങൾ 3 ലക്ഷം തലവില കാണുന്നുണ്ട്. അത് കേട്ട് റെക്സ് അവരെ തുറച്ചു നോക്കി. പോളിൻ്റെ ഒരു ഫോട്ടോ അവൾ ആൽബത്തിൽ നിന്നും എടുത്തു കൊടുത്തു. പിന്നെ സേഫ് തുറന്ന് 100 രൂപയുടെ 10 നോട്ടുകെട്ടുകളും അത് ഒരു കടലാസിൽ പൊതിഞ്ഞു. പുറത്തേക്കിറങ്ങുമ്പോൾ ആ യുവതികൾ റെക്സിന് വിജയം ആശംസിച്ചു. പേരിനപ്പുറം യാതൊന്നറിയാത്തൊരു ചെറുപ്പക്കാരന് 1 ലക്ഷം രൂപ കൊടുത്തതിൽ അവർക്ക് യാതൊരു കുണ്ഠിതവും തോന്നിയില്ല. എന്നാൽ പിറ്റേന്നത്തെ പത്രം കണ്ടപ്പോൾ ആ യുവതികൾ അമ്പരപ്പോടെ പരസ്പരം തുറച്ചു നോക്കി.